അപ്പോൾ വീണ്ടും നമ്മൾ കൃഷിപ്പണിയൊക്കെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ശീതായിട്ട് 2-3 ദിവസമായി ഇതിന്റെ പിന്നാലെ കൊത്തലും കളിക്കലൊക്കെ ആയിട്ട് നടക്കണം. ദിവസം മുമ്പ് അമ്മ ഒരു ബക്കറ്റിന് മുളകിന് വിത്തിട്ടിട്ടുണ്ടേനി. അതൊക്കെ മുളച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം വലിയ തൈയായിട്ടുണ്ട്. കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മുളക് നമുക്ക് കയ്യിൽ തന്നെ പറിക്കേനി. പക്ഷെ അങ്ങനെ വേണ്ടല്ലോ. അതിനൊക്കെ കൂടെ പിരിച്ചു കുഴിച്ചിടുകയാണ്. നമ്മളെ കൂടെ ഹെൽപ്പറായിട്ട് പീലിക്കുട്ടിയുണ്ട്. രണ്ട് തൈ വെച്ചിട്ടേനെ ചില്ലറ ഡയലോഗ് ഒന്നുമല്ല. പിന്നെ ഞങ്ങൾ തളർത്താനൊന്നുമില്ല. ഞങ്ങൾ ബാക്കിൽ നല്ലോണം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഈ തൈകളിലെ അങ്ങാടി മുളകും പിന്നെ വേറെ ഏതോ ഒരു മുളകിന്റെ തൈയും ഉണ്ട്. ഉണ്ടായി വരുമ്പോൾ കാണാൻ ഏതൊക്കെയാ ഉള്ളത്. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തൈ നട്ടത്. കാര്യം വേറെ ഒന്നല്ല. അതിൽ ചിലപ്പോൾ ശീതണ്ണനും പീലിക്കുട്ടിയും കുഴിച്ചിട്ട് മൊത്തം ഉണ്ടായിട്ട് ഞാൻ കുഴിച്ചിട്ട് മാത്രമാവും കരിഞ്ഞു പോവുക. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ചീറ്റി പോവലാണ് സാധാരണ. പണ്ട് അങ്ങനെയൊന്നുമല്ലേ. എൻ്റെ വീട്ടിൽ എന്ത് ചെടിയോ പച്ചക്കറിയോ ഒക്കെ കുഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ ആദ്യ തൈയൊക്കെ ഞാനാണ്. കാര്യം വേറെ ഒന്നല്ല, എൻ്റെ നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ കുഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാം നല്ല പട്ടാളിച്ചുണ്ടാവുന്ന ആരോ പറഞ്ഞിട്ടുണ്ടോ അല്ലേ. ഇനിയിപ്പൊ അന്ന് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പരിപാടി ഇനിയോ ആർക്കറിയാം. എന്തായാലും നമ്മളെയൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നട്ടാൻ നനയ്ക്കണം എന്നാണല്ലോ. അവസാനം നനച്ചും കൂടെ കുറച്ച് നനച്ചെടുത്തപ്പോണ്ട് മണ്ണെന്ന് ഇങ്ങനെ ഉറുമ്പൊക്കെ പൊന്തി വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പീലിക്കുട്ടി പിന്നെ കണ്ടൊക്കെ പെറുക്കി എടുത്തിട്ടേ വരാൻ കുറച്ച് നേരം പിടിക്കും. അപ്പോഴത്തേനും ഞാൻ വീട്ടിലെത്താനായിണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മുന്നിലുള്ള പാടം, ആമ്പൽപ്പാടം. അതൊക്കെ ഇങ്ങനെയായി.